ഹലോ, ഞാൻ പ്രിയ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് മാംഗോ ട്രൈഫിൾ കേക്ക്. അപ്പം ഫ്രഷ് ഫ്രൂട്ട് കേക്കാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ബട്ടർ ബീറ്റ് ചെയ്യാം. ബട്ടർ നല്ലോണം ബീറ്റായി. ഇനി 3/4 കപ്പ് കാസ്റ്റർ ഷുഗർ നമുക്ക് ഇതിനകത്തേക്ക് ഇടാതെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. മാംഗോ പ്യൂരി ഉണ്ടാക്കണം. അതിന് നമുക്ക് മാംഗോസ് ഒന്ന് പ്യൂരി ആക്കാൻ മിക്സിയിലിടാവേ. 1/4 കപ്പ് ഷുഗർ നമ്മൾ പല ബാച്ചിലായിട്ട് മാംഗോസിൻ്റെ കൂടെ ഇട്ട് നമുക്ക് നല്ല പ്യൂരി ആക്കി എടുക്കാവേ. നല്ലോണം പ്യൂരി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 1 കപ്പ് മാംഗോ പ്യൂരി വേണം. നമുക്ക് ബാക്കിയുള്ളതും കൂടെ അടുത്തതിൻ്റെ ആവശ്യത്തിനായിട്ട് ഒന്ന് പ്യൂരിയാക്കി വെക്കാമേ. ഇനി നമുക്ക് ഓരോ മുട്ട 4 പൊട്ടിച്ചൊഴിക്കാം. ബീറ്റ് ചെയ്തെടുക്കാമേ. അടുത്ത മുട്ടയും കൂടെ ഒഴിക്കാമേ. വാനില എസൻസ് 1 ടീസ്പൂൺ ഉള്ളത് ഒഴിക്കാം. വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മൈദ അടങ്ങുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ബേക്കിംഗ് പൗഡറും ഒക്കെ ആയിട്ട്. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓവർ മിക്സ് ചെയ്യാതെ നമ്മുടെ ബാറ്റർ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മളുടെ മാംഗോ പ്യൂരി 1 കപ്പുള്ളത് ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഈക്വൽ പാർട്സ് ആയിട്ട് 2 ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. നമുക്കിതിനെ ഒന്ന് ബാറ്റർ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓവനിലേക്ക് വെക്കാം. ഇനി ഒരു 35 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് 160 ഡിഗ്രിയിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്കൊന്ന് നോക്കാം ബേക്ക് ആയോ ഇല്ലയോ എന്ന്. ആയില്ലെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ്സും കൂടെ വെക്കാം. അടുത്തത് നമുക്ക് മാംഗോ ബേസ് ഉണ്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മാംഗോ കേർഡ് ഉണ്ടാക്കി നമുക്ക് കൂൾ ചെയ്തെടുക്കാം. എഗ്ലെസ് മാംഗോ കേർഡാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ മാംഗോ കേക്കാണ് ഇന്ന് ചെയ്യുന്നത്, ഫ്രഷ് മാംഗോ കേക്ക്. അപ്പോൾ ഫ്രഷ് മാംഗോ കേക്കിൻ്റെ ബേസ് ബേക്ക് ചെയ്യാൻ വെച്ചു. അപ്പോൾ ദാറ്റ് മീൻസ് ആ ബാറ്ററിൽ മാംഗോ പ്യൂരി ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് മാംഗോ, അതിൽ എസൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, മാംഗോ പ്യൂരിയാണ് ആഡ് ചെയ്തത്. ഇനി അടുത്തത് മാംഗോ കേർഡ്, എഗ്ലെസ് മാംഗോ കേർഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി എഗ്ലെസ് അതിന് വേണ്ടിയിട്ടുള്ള മാംഗോ പ്യൂരി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മാംഗോ പ്യൂരിയുടെ കൂടെ ഗ്രാനുലേറ്റഡ് ഷുഗർ, ബട്ടർ ഒന്ന് സ്ലറി ആക്കാൻ വേണ്ടിയിട്ട്, കുറുക്കാൻ വേണ്ടി തിക്കനാക്കാനായിട്ട് കോൺഫ്ലവർ, ലാസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക്. അതായിരിക്കും ഒരു കാര്യം. ഇത് ഒരു ലെയറാണ് മാംഗോ കേർഡ്. മാംഗോ കേർഡ് കഴിഞ്ഞിട്ട് ഒരു മാംഗോ മൂസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് അല്ലല്ല, മാംഗോ മൂസ് നാച്ചുറലായിട്ട് തിക്കനായിട്ട്. എന്താണ് അതിൻ്റെ ഒരു മീഡിയം മൂസ് ആക്കാനായിട്ട് ഈക്വൽ പാർട്സ് ഓഫ് വിപ്പിംഗ് ക്രീമും നമ്മളുടെ വിപ്പിംഗ് ക്രീം വരും. വിപ്പിംഗ് ക്രീമും നമ്മളുടെ കേർഡും. ആൻഡ് ടോപ്പിങ്സ് ചെറുതായിട്ട് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് പ്രിലൈനിലാക്കിയിട്ട് ഒന്ന്
ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ് വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ലെയറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാംഗോ ക്യൂബ്സ് ഓൾറെഡി ഷുഗർ സിറപ്പിൽ ഷുഗറിൽ ഇട്ടതാണ്. ഓക്കെ ഓക്കെ, എല്ലാം ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് മാംഗോസ് ഒക്കെ പുളിയാണ്, നല്ല മാംഗോസ് കിട്ടുന്നില്ല. ഇത് ലെമൺ ജ്യൂസ്. ഓക്കെ, അപ്പോൾ 2 ഇതിലാണ് വെച്ചിരിക്കുന്നത് ടിൻസിൽ. എത്ര ഇഞ്ചിൻ്റെയാണത്? ഇത് 6 ഇഞ്ചിൻ്റെ 2 എണ്ണമാണ്. അപ്പോൾ എത്ര ലെയർ ഉണ്ടാവും? ലെയർ നമുക്ക് വേണമെങ്കിൽ 4 ആക്കാം, പക്ഷേ ഐ എം പ്ലാനിങ് ഫോർ കീപ്പിംഗ് ഇറ്റ് അറ്റ് 2. അപ്പോൾ തിക്നെസ് കൂടും. നമ്മളുടെ ആ സ്പഞ്ചിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് തിക്നെസ്സിലിരിക്കുന്നതാണ് നല്ലത് തോന്നുന്നു അല്ലേ? അതെ അതെ. സമയം അത് എടുക്കില്ലല്ലോ അല്ലേ? ഇല്ല, അത് എടുക്കില്ല. മാംഗോ സോസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് മാംഗോ പ്യൂരി ഒരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഗ്രാനുലേറ്റഡ് ഷുഗർ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഷുഗർ മെൽറ്റായി വരുന്നതിന് ശേഷം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും മാംഗോ പ്യൂരിയും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു കോൺഫ്ലവർ സ്ലറി ആവശ്യമുണ്ട്. അതിന് കോൺഫ്ലവറും കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു സ്ലറി രൂപത്തിലാക്കുക. ബട്ടർ നല്ലോണം മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് കോൺഫ്ലവർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ തിക്കനായിട്ടും വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് ആയതിനു ശേഷം ഓഫ് ചെയ്ത് പാൻ ഒന്ന് മാറ്റി വെക്കാം. ഈ മിക്സ് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രെയിനർ വെച്ച് ഒരു ബൗളിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ക്ലിംഗ് റാപ്പ് ചെയ്ത് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഡിമോൾഡ് ചെയ്ത് ചൂടാറാൻ വെക്കാം. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മാംഗോ മൂസ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഒരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം, ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ച് അതിനെ ബീറ്റ് ചെയ്തെടുക്കാം സ്റ്റിഫ് ആവുന്നിടം വരെ. നമ്മളുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ മാംഗോ പ്യൂരി ഇതിനകത്തേക്ക് ഇട്ടു. ഹലോ പ്രിയ. ഹലോ സർ. ഹായ്. ഹലോ മാം. ഹായ്. ഓക്കെ, സെറ്റായി. കേക്ക് റെഡിയായി, മാംഗോ കേർഡ് റെഡിയായി, ചില്ലി ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നു. ഇനി മൂസ്. കുറേ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എല്ലാം ഫാസ്റ്റായിട്ട് നടന്നു അല്ലേ? മാംഗോ കേർഡ് ഞാൻ ചില്ലി ചെയ്യാൻ വേണ്ടി വെച്ചു. അതിൽ നിന്നും കുറച്ച് സേവ് ചെയ്തിട്ട് ആക്ച്വലി ഇത് മാംഗോ പ്യൂരിയിൽ നിന്നാണ് മ്യൂസ് ഉണ്ടാക്കിയത്. പിന്നെ ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പ്രലൈൻ മാത്രം ടോപ്പിങ്ങിൽ. അപ്പോൾ ഏകദേശം ആകും, പ്രതീക്ഷിക്കാം. മാംഗോ മൂസ് ചെയ്താണ്, അതിനെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ബീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. അടുത്ത നമുക്കൊരു നട്ട്സിൻ്റെ പ്രലൈൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാനിൽ പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കതിനെ കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് ആയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മുടെ ഡ്രൈ നട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പ്രലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കൂൾ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മളുടെ മാംഗോ കേർഡ് ഇവിടെ നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. നമ്മളുടെ കേക്ക് ഇവിടെ ഉണ്ട്. നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ മാംഗോ മൂസ്
നല്ലൊരു തിക്ക് ലെയർ മാംഗോ കേർഡ്. നമുക്ക് കുറച്ച് ചോപ്ഡ് മാംഗോസ് ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. മാംഗോ ഒന്ന് കടിക്കാൻ കിട്ടുന്നതൊക്കെ നല്ലതല്ലേ ഇടയ്ക്ക്. കുറച്ച് ചോപ്ഡ് നട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കാം, ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ്സിന്. പ്രലൈനാണേ. അടുത്ത ലെയർ വയ്ക്കാമേ. ഇനി നമുക്ക് നമ്മുടെ മാംഗോ കേർഡ് ഒന്ന് അതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം, കേക്കിൻ്റെ മുകളിലോട്ട്. നമ്മളുടെ മാംഗോ മൂസ്. കുറച്ച് മാംഗോ ചങ്ക്സ്. ഓക്കെ, ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് കുറച്ച് മാംഗോ കേർഡ് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് പ്രലൈൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ മാംഗോ ട്രൈഫിൾ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ. നമുക്കിനി മാമിന് കൊടുത്ത് ഇതിൻ്റെ അഭിപ്രായം അറിയാം.